ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകി നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ കേരള സ്റ്റോൺ ആണ്. ഒരു അടിപൊളി ഡയമണ്ട് ഡിസൈൻ കിട്ടുന്നൊരു മാർബിളാണ്. മൊറോക്കൻ ഡിസൈനിൽ ടൈല് നൽകിയിട്ടുണ്ട്. ഹായ് ഓൾ, സ്റ്റോൺ ഗാലറിയുടെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജലീൽ ഖാൻ്റെ വീട്ടിലാണ്. ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു പുതുതായിട്ട് റിനോവേറ്റ് ചെയ്തൊരു വീടാണ്. അപ്പോൾ പുതിയ ഇൻറ്റീരിയർ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നല്ല അതിമനോഹരമായി ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 15 സെൻറ്റിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീടിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു സ്ലൈഡിങ് ഗേറ്റാണ്. ഇത് HPL ഷീറ്റും അതുപോലെ തന്നെ ഒരു മെറ്റൽ നെറ്റും കൊടുത്തിട്ടാണ് GI പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ടെക്സ്ചർ പെയിൻറ്റ് ഒരു ബ്രിക്സ് രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഈത്തപ്പഴത്തിൻ്റെ 2 മരങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോണിലാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകി നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ 3 ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കലാക്കിയ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് വൈറ്റ് ബബിൾസ് നൽകിയിട്ടുണ്ട്. അതിനോട് ഒരു ബോർഡർ എന്നുള്ള നിലയിൽ ലെതർ ഫിനിഷ് കമ്പം ബ്ലാക്കിലെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. കമ്പം ബ്ലാക്കിലെ ഗ്രാനൈറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വെയിൽ കൊണ്ട് കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്ത നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടുന്നൊരു ഗ്രാനൈറ്റ് ആണ്. ഈ വീടിൻ്റെ എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബാൽക്കണീനോട് ചേർന്നിട്ടൊരു ഗ്ലാസ് കൊടുത്ത് ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് നാച്ചുറൽ കേരള സ്റ്റോൺ ആണ്, ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടേജിലേക്ക് വരുന്ന സമയത്ത് 3 ലെങ്തി സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് കമ്പം ബ്ലാക്കിലെ ലെതർ ഫിനിഷിൽ തന്നെയാണ് ആ ഒരു സ്റ്റെപ്പും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റേസറായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള JK മോർച്ചാന വൈറ്റിലുള്ള ഒരു മാർബിളിൻ്റെ റേസറാണ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോറിങ് നൽകിയിട്ടുള്ളത് JK മോർച്ചാനയിൽ വരുന്ന ഒരു അടിപൊളി ഡയമണ്ട് ഡിസൈൻ കിട്ടുന്നൊരു മാർബിളാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ചുമര് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ലോവർ ഡിസൈനിൽ വുഡ് നൽകിയിട്ടുണ്ട്. ഒറിജിനൽ വുഡാണ് ഇത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിവിടെ ഡോറും അതുപോലെ വിൻഡോയും പിന്നെ അതിനോട് മാച്ചായിട്ട് തന്നെ ഈ ലോവർ ഡിസൈന് അങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഈ ചുമരിൻ്റെ അഗ്രഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വുഡ് ഡിസൈന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു സിംഗിങ് ചെയർ നൽകിയിട്ടുണ്ട്. സീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ജിപ്സം ബോർഡിലാണ് ഇത് സീലിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു വുഡ് പെയിൻറ് നൽകി ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റും നൽകി സൈഡിൽ 2 ലൈറ്റും നൽകിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സീലിംഗ്. ഇത് മരത്തിൽ ജിപ്സത്തിൽ പെയിൻ്റ് അടിച്ചതാണെന്നുള്ളത് ആ മരമാണെന്ന് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മാർബിളിലാണ് ഇതിൻ്റെ ഡൈനിങ് ടേബിൾ നൽകിയിട്ടുള്ളത്. ഒരു 2 വിൻഡോസും അതുപോലെ റോമൻ ബ്ലാക്ക് കർട്ടൻസ് നൽകിയിട്ടുണ്ട്. ഒരു 2 പെയിൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു അടിപൊളി മൾട്ടിവുഡിൽ ചെയ്തെടുത്ത നല്ല ഒരു ഡിസൈൻ സെപ്പറേഷൻ ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്.
അതിന് ഇവിടെ ഇതിൻ്റെ ഫ്ലോറിങ് നൽകിയിട്ടുള്ളത് JK മോർച്ചാനിയാണ്. JK മോർച്ചാന ഒരു ഡയമണ്ട് ഡിസൈന് കിട്ടുന്ന ഒരു മറ്റേ മാർബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിമനോഹരമാണ്, വണ്ടർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക്. ഈ വീടിൻ്റെ സ്റ്റെയറാണ് ഹൈലൈറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വുഡിലാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സ്റ്റെയറിൻ്റെ റേസർ നൽകിയിട്ടുള്ളത് നമ്മൾ മാർബിളായിട്ടുള്ള JK മോർച്ചാനിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് കംപ്ലീറ്റ് ലെതർ ഫിനിഷിൽ വരുന്ന, കമ്പം ബ്ലാക്കിൽ ലെതർ ഫിനിഷിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെ കൂടി മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു അടിപൊളി വൈബാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് വാളിൽ നൽകിയിട്ടുള്ളത് ജിപ്സത്തിലാണ് ഈ ഒരു ടെക്സ്ചർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വാഷിംഗ് യൂണിറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മൊറോക്കൻ ഡിസൈനിൽ ടൈല് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഒരു ലോവർ ഡിസൈൻ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ഗ്ലോസി ഡിസൈനാണ് ഈ ഒരു ഭാഗങ്ങളിൽ നൽകിയിട്ടുള്ളത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു മോഡേൺ ഇൻറ്റീരിയർ ടൈപ്പിലാണ് ഈ ഒരു വീട് ഈ ഒരു ഏരിയയിലുള്ള ഡിസൈൻസ് നൽകിയിട്ടുള്ളത്. ഒരു ഡബിൾ കോർണർ വരുന്ന രൂപത്തിലാണ് ഇവിടുത്തെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത്. നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിൽ രണ്ട് വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ് കർട്ടൻസാണ് ഈ ഒരു ഭാഗങ്ങളിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോർമൽ ലിവിങ് സ്പേസിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത സമയത്ത് ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ സീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു വുഡൻ പാറ്റേൺ ഡിസൈൻ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു വിൻഡോൻ്റെയും ഈ ഒരു സീലിങ്ങിൻ്റെയും ഒക്കെ കണക്ഷനായിട്ട് നല്ലൊരു മൊത്തത്തിലൊരു കളർ പാറ്റേൺ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ബോർഡ് റെക്സിനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിൽ ഒരു വുഡ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഒരു TV യൂണിറ്റിനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 4 കർട്ടൻസാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിന്. അതിൽ ഈ ഒരു ഭാഗങ്ങളിൽ റോമൻ ബ്ലൈൻഡ് കർട്ടനാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു 3 ഭാഗങ്ങളിലും. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഡബിൾ കോട്ട് കർട്ടൻ നല്ല ലെങ്തി ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഷീൽഡ് കർട്ടനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പേ വിൻഡോ അവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നല്ല സപ്പോർട്ടോട് കൂട്ടിയിട്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ ഏരിയയാണ്. കിച്ചൺ ഏരിയയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് റെഫ്രിജറേറ്റർ ഡബിൾ ഡോറിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. ചിമ്മിണി ഓവനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ WPCയിലാണ് കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് നാനോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് കംപ്ലീറ്റ് വരുന്നത് WPCയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിൽ സിങ്കും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ കിച്ചൺ കൊടുത്തതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മളെ JK മോർച്ചാനിൻ്റെ മാർബിളിൻ്റെ ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊഫൈൽ ലൈറ്റ് സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. ഒരു 2 ലൈറ്റും നൽകി ജിപ്സം ബോർഡിൽ സീലിംഗ് നൽകി നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ലാൻഡിങ്ങിൽ വലിയൊരു വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡബിൾ കോട്ട് കർട്ടൻ നൽകിയിട്ടുണ്ട്. ഒരു പേ വിൻഡോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും ഈ ഭാഗത്ത് ടെക്സ്ചർ ജിപ്സവും ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്.
ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് 4x2 ടൈലുകളാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്, TV വഴുകാതെ വരും. അതേപോലെ തന്നെ ടെക്സ്ചർ പെയിൻറ്റ് ബോർഡറായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും 2-3 ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോൻ്റെ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. സൈഡിൽ ഒരു അയൺ ബോക്സ് അയൺ ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ജിപ്സം കൊണ്ട് തന്നെയാണ് സീലിംഗ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് 2 ഭാഗത്തും. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ കോർണറിൽ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ലോവർ ഡിസൈനിൽ ഇൻറ്റീരിയർ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിറർ നൽകിയിട്ടുണ്ട്. ഒരു ഹൈറ്റി ആയിട്ടൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് നൽകി ജിപ്സം കൊണ്ട് സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല അതിമനോഹരമാക്കിയിട്ടാണ് ഈ വീടിൻ്റെ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ കേർട്ടൻസ് നൽകിയിട്ടുണ്ട്. വിൻഡോ ആണ് ഈ സൈഡിൽ വരുന്നത്. ചെറിയൊരു ഹൈറ്റിലായിട്ടാണ് വിൻഡോ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കട്ടിലുകളാണ് സ്ക്വാട്സ് ആണെങ്കിലും ഇതൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ എവിടേക്ക് കിടക്കുന്ന ഭാഗത്ത് നമ്മളെ ലപ്പോത്ര ലെതർ ഫിനിഷ്, കമ്പം ബ്ലാക്കിലുള്ള ലെതർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ ഫ്ലോറും നൽകിയിട്ടുള്ളത് സെയിം അവിടെ ചെയ്ത പോലെ തന്നെ 4x2 ടൈലാണ്. അതിൻ്റെ വുഡ് ഡിസൈനിൻ്റെ ഉള്ളിൽ ടഫൻ ഗ്ലാസ് നൽകിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ലാറ്ററൈറ്റ് സ്റ്റോണ് ഗ്ലാഡിങ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു GI പൈപ്പിൽ ഒരു വുഡ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. ജിപ്സം ബോർഡിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ലൈറ്റും നൽകിയിട്ടുണ്ട്. നല്ല ലുക്കിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്കാണ്. ഓപ്പൺ ടെറസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് 4x2 ടൈല് മാറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു മൊറോക്കൻ ഡിസൈൻ ടൈലും നൽകിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാർബിൾ പർച്ചേസ് ചെയ്തത് സ്റ്റോൺ ഗാലറിയിൽ നിന്നാണ് അല്ലേ? അതെ. നിങ്ങൾ ഇങ്ങോട്ട് എത്താണ്ടായ സാഹചര്യം എന്താ? ഞങ്ങൾ ഇതിനു മുമ്പ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മോനാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ. മോനെ ഇതിനെപ്പറ്റി കുറച്ചും കൂടി അതിനേക്കാളും കാലത്തിനനുസരിച്ചുള്ള മാറ്റം എനിക്കിതൊക്കെ ഒരു ഓവറായിട്ടാണ് തോന്നിയത്. പക്ഷേ പണി കഴിഞ്ഞ് നോക്കുമ്പോൾ അവനെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ വാക്കുകൊണ്ട് കിട്ടണില്ല. അത്രയും നന്നായിരിക്കുന്ന പണികളല്ല. പിന്നെ നിങ്ങളെ മാർബിളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇത്ര ഞാൻ വന്ന് നോക്കിയപ്പോഴും അപ്പോഴും നിങ്ങൾ റേറ്റ് പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര വേണോ ഇത്ര പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ചാണ്. അതായത് എൻ്റെ പ്രായം എൻ്റെ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് ഞാൻ ആ സംസാരിച്ചത്. പക്ഷേ എനിക്ക് വേണ്ടാന്നുള്ള അഭിപ്രായമില്ല, വേണം തന്നെയാണ്. പക്ഷെ എന്തായാലും ശരി, അതൊക്കെ വളരെ ഭംഗിയായി. പണി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി വർണ്ണിക്കാന്ന് പറഞ്ഞാൽ അത്രയും ഉഷാറായിരിക്കും തന്നെ. ഞാൻ മാത്രമല്ല, ഞാൻ ഏതൊരു കാര്യം പറയുകയാണെങ്കിലും ഇപ്പം നിങ്ങൾ മാർബിൾ നിങ്ങൾ പോയിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയണ്ട. അതുപോലത്തെ ഏതൊരു ജോലിക്കാരൻ വന്ന് പറയാം എൻ്റെ ജോലി എങ്ങനെയുണ്ട്, അത് എൻ്റെത് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാനും പറഞ്ഞില്ല. പുറത്തുനിന്ന് വരുന്ന ആളുകൾ അവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ഓരോന്നും ഞാൻ വിലയിരുത്തുന്നത്. അവരിവിടെ വന്നവരൊക്കെ നല്ല അഗ്രമണ്ഡികന്മാർ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ ഈ ഫീൽഡിലൊക്കെ നന്നായി ഉയർന്ന ആളുകളാണ്. എല്ലാവരും വന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി പുകഴ്ത്തുക എന്നുള്ളത് എന്നെ പറ്റിയിട്ടല്ല, ഈ സാധനം വന്ന് കണ്ടതിൻ്റെ ആ ഒരു പണികളും എല്ലാ സെറ്റിങ്ങും അത് വളരെ വൃത്തിയായിരിക്കും, വളരെ ഭംഗിയായിരിക്കും എന്നുള്ളത് ആവർത്തിച്ച്. കാരണം അത്രയും ഇതിനെ പറ്റിയിട്ട് അറിയണേ സാധാരണക്കാരനല്ല. ഞങ്ങളിപ്പോൾ ഉൾനാടാണ് നമ്മുടെ ഈ നാട്. പക്ഷേ ഈ ഉൾനാട്ടിലല്ല, ടൗൺ ഏരിയയിലും ഇത്രയും വർക്കുകൾ ചെയ്തും പരിചയമുള്ള ആളുകൾ. ഇന്നിപ്പോൾ മഞ്ചേരി ഞങ്ങൾ സ്ഥാപനം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് നടത്തുമ്പോൾ അതിനെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ അവരൊക്കെ വന്ന് നോക്കിയിട്ട് വളരെ നന്നായിരിക്കും, നല്ല അഭിപ്രായമാണ്. പക്ഷേ അതിലിപ്പോൾ നിങ്ങൾ ഈ മാർബിളിൻ്റെ എടുത്ത് പറയത്തൊക്കെ കാണും നല്ല അതിനെപ്പറ്റി. അത് വളരെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മിതമായ റേറ്റ് അതാണ് നിങ്ങളെ. കാരണം ഈ ടീം, ഈ മാർബിൾ വിൽക്കുന്ന ഈ ടീമുണ്ടല്ലോ, അവർ വളരെ നല്ല, അതായത് ഒരു സാധാരണ ഒരു ബിസിനസ് എന്നുള്ളതല്ല, അവർ നല്ല ക്വാളിറ്റി ഇറക്കി കൊടുക്കുക, നല്ല കൊടുക്കുക എന്നുള്ളൊരു ഒരൊറ്റ ആഗ്രഹമാണ് അവർ, എനിക്ക് മനസ്സിലായി കൊടുത്തോളം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ സ്ഥാപനം എല്ലാം വളരെ നല്ല അഭിനന്ദനങ്ങളാണ് അവർക്കൊക്കെ കൊടുക്കേണ്ടത്. നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വന്നവരൊക്കെ പണി കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഈ ഡിസൈൻ, ഇതിൻ്റെ പോളിഷും കണ്ട വളരെ ഭംഗിയായി തോന്നി. എല്ലാവരും എന്നോട് ചോദിച്ചു, ഇത് എവിടുന്ന് എടുത്തത് എന്നോട് ചോദിച്ചു. ഈ സാധനങ്ങൾ എവിടുന്ന് എടുത്തത്, പർച്ചേസ് ചെയ്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത് തന്നെയാണ്. പിന്നെ അവരുടെ അടുത്തുണ്ട്
കുഴപ്പമില്ല, നല്ല സാധനം തന്നെ, എൻ്റെ വീട്ടിൽ സാധനങ്ങളാണൊക്കെ അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ കുറച്ച് ഡിസൈൻ തോന്നിയത് എനിക്ക് ഇതിലാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വൈഫിനും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇമ്മയൊക്കെ ഉണ്ടായി തന്നെ വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. സർവീസും കാര്യങ്ങളും സർവീസ് എന്ന് പറയുന്നത് എല്ലാ അതിനൊരു ഇപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കമ്മി വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് വിളിച്ചിറങ്ങുന്ന സാധനം എത്തിച്ചു തന്നു. അവർ 4 പീസിൻ്റെ ഒരു ഷോർട്ട് അവിടെ വന്നു. അപ്പോൾ നിങ്ങൾ 4 പീസ് ഇറങ്ങി അപ്പോൾ ഇവിടെ എത്തിച്ചു തന്നു നിങ്ങൾ. അതൊക്കെ എല്ലാ കാര്യത്തിലും ഉഷാറാണ്, നമുക്ക് കുഴപ്പമില്ല. അത് അതേ ഡിസൈൻ മാറ്റമില്ലാത്ത രീതിയിൽ, പിന്നെ അതുപോലെ വിരിച്ചപ്പോഴും തന്നെ ഡിസൈൻ ചെയ്യലൊക്കെ വളരെ, പിന്നെ അതുപോലെ ഫിനിഷിങ്. ഞാൻ പല ഭാഗത്തും മാർബിൾ ഇവിടെ ഞാൻ കയറിയൊക്കെ ജോയിൻറ്റിലാണ് ഞാൻ കാലിയിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കും, എവിടെ കയറിയാലും ഞാൻ മാർബിൾ ഇട്ട് കൊടുത്ത് നോക്കും. പക്ഷേ ഇവിടെ എനിക്ക് യാതൊന്നും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ കണ്ടിട്ടില്ല. അത്രയും വളരെ ഭംഗിയായിരിക്കും അതിൻ്റെ വിരിക്കലും മറ്റുള്ള പണികളെല്ലാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിച്ച ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും പുതുതായിട്ട് വീട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള മാർബിളുകൾ, അതുപോലെ തന്നെ ഗ്രാനൈറ്റ്, ടൈൽസ്, CP ഫിറ്റിങ്സ്, സാനിറ്ററി എന്നീ പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് സ്റ്റോൺ ഗാലറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോൺ ഗാലറിയായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.